വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ബേബി പൊട്ടറ്റോസ് ഉപയോഗിച്ചിട്ട് ഒരു കപ്സ തയ്യാറാക്കിയാലോ? വെജിറ്റേറിയൻസിന് ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കപ്സ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയിട്ട് വരാം. ഞാൻ ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ അറേബ്യൻ ഡിഷസിലെല്ലാം കാഷ്യൂ നട്ട്സ് അല്ല, പകരം ബദാമാണ് ചേർക്കാറ്. ഇപ്പം എൻ്റെ കയ്യിൽ ബദാം ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഞാൻ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും നന്നായിട്ട് പാകമായി കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. സാധാരണ ഈ അറേബ്യൻ ഡിഷസ് എല്ലാം ഓയിലിലാണ് തയ്യാറാക്കാറ്. നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ നെയ്യിലല്ലേ മൂപ്പിക്കാറ്. പക്ഷേ ഈ ഒരു ഡിഷ് നമ്മൾ ഓയിലിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ സെയിം ഓയിലിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം എപ്പോഴും ചെറുതീയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും അരിഞ്ഞിടുന്നില്ല, കുറച്ച് പേസ്റ്റ് മാത്രമാണ് ചേർക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അത്. ഇതുകൂടി ചേർത്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയ കപ്സ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കപ്സ മസാലയിൽ തന്നെ ആവശ്യത്തിനുള്ള എരിവെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമുക്ക് കപ്സയ്ക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ, അതായത് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. നമുക്കിത് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഡ്രൈ ലെമൺ. അത് ഒരെണ്ണം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ ഞാൻ 1/2 കിലോ ബേബി പൊട്ടറ്റോസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബേബി പൊട്ടറ്റോസ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ബേബി പൊട്ടറ്റോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉരുളക്കിഴങ്ങ്, അതായത് സാധാരണ ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്. അതാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോസും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ പൊട്ടറ്റോസിൽ നന്നായിട്ട് പിടിച്ചു വരണം. ഇനി ഇതിലേക്ക് ഈ പൊട്ടറ്റോസ് വേവുന്നതിന് ആവശ്യമായിട്ട് 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് ഡയറക്റ്റായിട്ട് ഫ്രഷ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അതിന് എത്രത്തോളം വെള്ളം വേണോ വേവാനായിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് കിഴങ്ങ് നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് 2.5 കപ്പ് ബാസ്മതി അരി ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് അരമണിക്കൂറെങ്കിലും കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ബേബി പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊട്ടറ്റോസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം ഈ മസാലയിൽ നിന്ന് എടുത്ത് മാറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കണം, മസാല അതിൻ്റെ കൂടെ പോരരുത്. സവാളയും ബാക്കിയുള്ള മസാല എല്ലാം ഈ പാനിൽ തന്നെ ഉണ്ടാവണം. ഉരുളക്കിഴങ്ങ് മാത്രം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സെയിം മസാലയിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി അതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അറേബ്യൻ ഡിഷസിൽ പ്രത്യേകിച്ച് കപ്സയിലൊക്കെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ കാണാനും നല്ല അപ്പീലിംഗ് ആയിരിക്കും. ഇനി ഇതിലേക്ക് അരി വേവുന്നതിന് ആവശ്യത്തിന് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പൊട്ടറ്റോസ് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിച്ചാലും മതി. പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരികയും ചെയ്യും. കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൂത്ത് കരിഞ്ഞൊന്നും പോകണ്ട, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ വശവും ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ അരി വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും അടിയിലൊന്നും പിടിക്കില്ല. എന്നിരുന്നാലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റുന്നതിന് മുൻപായിട്ട് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അരിയെല്ലാം പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ നാരങ്ങ ഒന്ന് പൊട്ടിയതാണ് കേട്ടോ, അല്ലാതെ അടിയിൽ പിടിച്ചതൊന്നുമല്ല. നാരങ്ങ പൊട്ടിയെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോറെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോസ്, ബേബി പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മീതെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും കുറച്ച് ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി റൈസ് ഫുള്ളായിട്ട് വെന്തതാണ്, അതേപോലെ തന്നെ കിഴങ്ങും വെന്തതാണ്. ഇതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാം കൂടിയിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒരുപാട് സമയം മൂടി വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ മീതെ കുറച്ചുകൂടി കാഷ്യൂ നട്ട്സും അതേപോലെ കിസ്മിസും കൂടി വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ചോറ് ചിലപ്പോൾ കുഴഞ്ഞതായിട്ടൊക്കെ തോന്നും. പക്ഷെ ചൂടാറി വരുന്തോറും ഈ ഓരോ ചോറും ഓരോ അരിമണിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.